എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. ആദ്യത്തെ സിനിമ ലാലേട്ടൻ നായകനാക്കി അൻവർ റഷീദ് സംവിധാനം ചെയ്ത് 4K വസ്ത്രപതിപ്പിൽ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമ കൂടിയാണല്ലോ ഛോട്ടാ മുംബൈ. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ തലയായി പൂണ്ടുകളാടിയ സിനിമ കൂടിയാണല്ലോ ഛോട്ടാ മുംബൈ. ചിത്രത്തിന്റെ ആദ്യ ദിന കേരള ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ, ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 15 ലക്ഷത്തോളം കേരള ബോക്സ് ഓഫീസിൽ പ്രീസെയിൽ കളക്ഷൻ നേടിയ സിനിമ കൂടിയാണ് ഛോട്ടാ മുംബൈ. ഇപ്പോൾ ഇത് ചിത്രം മികച്ചൊരു കളക്ഷനിലേക്കാണ് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ ഛോട്ടാ മുംബൈ എത്തിയിരിക്കുന്നത്. ഈ വീക്കെൻഡിൽ ഇന്നലത്തേക്കാളും മികച്ച കളക്ഷനാണ് നാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ആസിഫ് അലി നായകനെത്തിയ സിനിമ കൂടിയാണല്ലോ ആഭ്യന്തര കുറ്റവാളി. സേതുനാഥ് പത്മകുമാറിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനാക്കി ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ആഭ്യന്തര കുറ്റവാളി. ചിത്രത്തിന്റെ ആദ്യ ദിന കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ, 45 ലക്ഷത്തോളം രൂപയാണ് ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആഭ്യന്തര കുറ്റവാളി ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ തമിഴിലെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ കമൽഹാസൻ മണിരത്നം കോംബോയിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി നെഗറ്റീവ് അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ തഗ് ലൈഫ്. നിലവിൽ 2 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന തഗ് ലൈഫ് എന്ന സിനിമയുടെ 2ാം ദിവസമായ ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രം ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,70,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 13 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ തഗ് ലൈഫ് എന്ന സിനിമ 2ാം ദിവസമായി ഇന്നലെ ചിത്രം 7 കോടിയോളം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 20 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. എന്നാൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 40 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 2ാം ദിവസമായി ഇന്നലെ ചിത്രം 20 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 60 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ഏകദേശം 200-250 കോടി റേഞ്ചിൽ ബഡ്ജറ്റുള്ള സിനിമ കൂടിയാണ് തഗ് ലൈഫ്. അപ്പോൾ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ചിത്രം വളരെ ഡിസാസ്റ്റർ തുടക്കമാണ് ചിത്രം ബോക്സ് ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.